ശ്രീ പ്രമോദ് പുഴങ്കര, നമ്മൾ കഴിഞ്ഞ ഒക്ടോബർ 7-ന് ശേഷമുള്ള ലോക സാഹചര്യം കണ്ടതാണ്. വലിയ ആക്രമണം ഗാസയിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇറാനിൽ ആക്രമണം നടത്തി, ലെബനനിൽ ആക്രമണം നടത്തി. ഹമാസിന്റെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെ, ഇസ്മായിൽ ഹനിയ മുതൽ യഹിയ സിൻവർ വരെയുള്ള നേതാക്കളെ കൊന്നുകളഞ്ഞു. ഏറ്റവും ഒടുവിൽ ഇത്രയുമൊക്കെ കഴിഞ്ഞിട്ടൊരു സമാധാന പ്രക്രിയ നടക്കാൻ പോകുമ്പോൾ ഇനി ബാക്കിയുള്ള ഗാസൻ ജനതയെങ്കിലും ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമോ എന്ന വിദൂരമായ ഒരു ടണലിന്റെ അറ്റത്തെ പ്രകാശം എന്നൊക്കെ പറയുന്ന പോലെ വിദൂരമായ ഒരു പ്രതീക്ഷയെങ്കിലും ഉള്ള സമയത്താണ് ഈ ചർച്ചയ്ക്ക് വന്ന സംഘത്തെ തന്നെ എലിമിനേറ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നത്. അത് എത്രമാത്രം വിജയിച്ചു എന്നൊക്കെയുള്ളത് അടുത്ത മണിക്കൂറുകൾ വിവരം വരികയുള്ളൂ. എങ്കിൽ പോലും ആ മേഖലയിലെ സമാധാനത്തെ സമ്പൂർണ്ണമായി തകർക്കുന്ന വിധത്തിലേക്ക് ഈ ആക്രമണം മാറിയെന്ന് നമ്മളിപ്പോ ഈ ആദ്യത്തെ മണിക്കൂറിൽ തന്നെ വിലയിരുത്തേണ്ടി വരുമോ? തീർച്ചയായും. വാസ്തവത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ പലസ്തീൻ പ്രശ്നത്തിൽ ഒരു സമാധാനം എന്ന് പറയുന്നത് അവരാഗ്രഹിക്കുന്നില്ല. അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ, ലോകത്തിന് മുഴുവൻ വ്യക്തമായിരിക്കുന്നത് പോലെ, ഇസ്രായേലിനെ പതിറ്റാണ്ടുകളായി ഇസ്രായേലിൻ്റെ ഈ യുദ്ധോത്സുകമായ തെമ്മാടിത്തത്തെ പിന്തുണയ്ക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വരെ പരസ്യമായി അപലപിക്കേണ്ട തരത്തിൽ വ്യക്തമായതുപോലെ ഇസ്രായേൽ നടത്തുന്നത് ഒരു ജനസൈഡാണ്, ഒരു വംശഹത്യയാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് തന്നെ ഒരു വംശഹത്യയാണ് ഇസ്രായേൽ ഗസയിലും അതുപോലെ തന്നെ പലസ്തീൻ ജനതയ്ക്ക് നേരെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ നടത്തുന്ന ഈ നിരന്തരമായ ഇപ്പോൾ ആക്രമണം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു ഈ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ, ഇസ്രായേലിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നെതന്യാഹുവിനേക്കാളും തീവ്രമായ വലതുപക്ഷ ഭാഷയിൽ സംസാരിക്കുന്ന ആളുകൾ ഒരു വശത്ത് നിൽക്കുന്നു. നെതന്യാഹു അവർക്കൊപ്പമാണ് നിൽക്കുന്നത്. നെതന്യാഹു തന്നെ ഒരു എക്സ്ട്രീം റൈറ്റിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത്രയേറെ ഈ കഴിഞ്ഞ ഈ ഒക്ടോബറിൽ നടന്ന ഈ ഇസ്രായേലുകാരെ ഹമാസ് ബന്ദികളാക്കിയതിന് ശേഷമുള്ള ഈ ഗാസ സ്ട്രിപ്പിനെ അതിഭീകരമായ വിധത്തിൽ, ഒരുപക്ഷെ ലോകത്തൊരു നമുക്ക് ആധുനിക ചരിത്രത്തിലൊന്നും കാണാനാവാത്ത വിധത്തിലുള്ള ആക്രമണം ഗാസയിൽ അഴിച്ചുവിട്ടിട്ടും ആ ബന്ദിപ്രശ്നം പരിഹരിക്കാനോ അതിനൊരു തീർപ്പുണ്ടാക്കുന്നതിനോ ഹമാസിനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത്, തുടച്ചു നീക്കുമെന്ന് പറയുന്ന ലക്ഷ്യം കൈവരിച്ചു എന്ന് ഇസ്രായേലുകാർക്ക് തൃപ്തമാകുന്ന വിധത്തിൽ പോലും പറയാനോ ഇസ്രായേലിനും ഇസ്രായേലിൻ്റെ ഭരണകൂടത്തിനും കഴിഞ്ഞിട്ടില്ല. ഇതൊരു വലിയ പ്രശ്നമാണ് അവർ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തെ, ഈ ഗാസയിലും പലസ്തീൻ ജനതയ്ക്ക് നേരെയും അവർ നടത്തുന്ന ഈ യുദ്ധത്തെ അതിഭീകരമായ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ഇസ്രായേലിന് ഒരു തരത്തിലുണ്ടായിട്ടുള്ള ഒരു മുൻകൈ എന്ന് പറയുന്നത്, ലോകരാജ്യങ്ങളിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ടു പോയാലും ഒരു തരത്തിൽ ആ റീജിയണിൽ ഉണ്ടായിട്ടുള്ള ഒരു മുൻകൈ എന്ന് പറയുന്നത് അമേരിക്കയുടെ പിന്തുണയോടുകൂടി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അറബ് രാജ്യങ്ങളെ ഇസ്രായേലിന് അനുകൂലമായിട്ട് നിർത്തുന്ന, അല്ലെങ്കിൽ നിശബ്ദരാക്കി നിർത്തുന്ന ഒരു പരിപാടി നടക്കുകയാണ്. അങ്ങനെയാണ് അബ്രഹാം അക്കോർഡ് മുതൽ, ഓസ്ലോയ്ക്ക് ശേഷം ഉണ്ടായ അബ്രഹാം അക്കോർഡ് മുതൽ നമുക്കിത് കാണാൻ കഴിയും. ഇപ്പോൾ സൗദി, അതുപോലെ തന്നെ സുഡാൻ ബഹ്റിൻ മുതലായ രാജ്യങ്ങളിലെല്ലാം ഇസ്രായേലിനെ പരസ്യമായി എതിർക്കാത്ത ഒരു അന്തരീക്ഷത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതുപോലെ തന്നെ ഹിസ്ബുള്ളയുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ഒരു ടാക്ടിക്കൽ അഡ്വാൻറ്റേജ് എടുക്കുകയും ഹിസ്ബുള്ളയുമായിട്ടൊരു വെടിനിർത്തൽ ഉണ്ടാക്കുകയും അത് ഇസ്രായേലിന് അനുകൂലമായിട്ടുണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ ഒരു പരിധിവരെ ഇറാനുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഒരു അഡ്വാൻറ്റേജ്, ഈ അഡ്വാൻറ്റേജിനെ ഗാസയിലെ ജനതയെയും പലസ്തീൻകാരെയും വംശഹത്യ ചെയ്യുന്നതിനുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. ഇസ്രായേൽ, ഒരു കാര്യം കൂടി പറയാം, ഇസ്രായേൽ ഇപ്പോൾ നേരിടുന്ന ഈ യുദ്ധത്തെ വളരെ ലൈവാക്കി നിർത്തേണ്ട ഒരു ആവശ്യം അവർക്കുണ്ട്. കാരണം ഇപ്പോൾ UN സെപ്റ്റംബർ 22-ന് നടക്കാൻ പോകുന്ന UN ജനറൽ അസംബ്ലിയോടനുബന്ധിച്ച് UK, ഫ്രാൻസ്, ബെൽജിയം, കാനഡ ആൻഡ് മാൾട്ട, ഈ രാജ്യങ്ങളെല്ലാം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതാണ്ട് അതിനടുത്തേക്കാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ലോകത്ത് തന്നെ മറ്റൊരു തരത്തിലുള്ള ഒരു പോളറൈസേഷൻ ഇസ്രായേലിനെതിരായിട്ടുണ്ടാവുകയും ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഉള്ള ഫണ്ടിങ്ങും അതുപോലെ തന്നെ സൈനിക സഹായവും ആ രാജ്യങ്ങളിലെ പ്രതിപക്ഷത്തിൻ്റെ അടക്കമുള്ള സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ യുദ്ധത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകേണ്ടത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആവശ്യമാണ്. അതുകൊണ്ടാണ് യാതൊരു വിധത്തിലുള്ള സമാധാന ചർച്ചകളെയും പ്രോത്സാഹിപ്പിക്കാതെ നിരന്തരമായ ആക്രമണങ്ങളിലൂടെയും ജനസൈഡിലൂടെയും ഈ യുദ്ധത്തെ ഇസ്രായേൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.